ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട്, പുറപ്പാട്, പുറപ്പാട്. ഇത് UAE എന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ റാസൽ ഖൈമ. ആയിരത്തി 1971 രൂപീകൃതമായ UAEയിലെ വലിപ്പം കൊണ്ടും വികസന പദ്ധതികൾ കൊണ്ടും 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന എമിറേറ്റ്. പരമ്പരാഗതമായ അറബ് സംസ്കാരവും തനിമയും നിലനിർത്തിപ്പോരുന്ന റാസൽ ഖൈമ നിവാസികൾ വികസനപാതയിൽ ബഹുദൂരം യാത്ര ചെയ്തിരിക്കുന്നു. മലകളും കുന്നുകളും വിജന മരുഭൂമിയും നിറഞ്ഞതാണ് റാസൽ ഖൈമ എമിറേറ്റ്. ദുബായിൽ നിന്നും 45 മിനിറ്റിന്റെ യാത്രാദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. റാസൽ ഖൈമയുടെ വികസനത്തിലും വളർച്ചയിലും പ്രവാസികളുടെ പങ്ക് നിസ്തുലമാണ്. ഇവിടുത്തെ പ്രവാസികളിൽ അധികവും ഇന്ത്യക്കാരാണ്. അതിൽ തന്നെ മലയാളികളാണ് മഹാഭൂരിപക്ഷം. വ്യവസായത്തിനും കൃഷിക്കും അനുയോജ്യമായ സ്ഥലമാണിത്. ലോകപ്രസിദ്ധമായ റാസൽ ഖൈമ സെറാമിക്സ് എന്ന കമ്പനിയുടെ ആരംഭം ഇവിടെയാണ്. UAEയിലെ പ്രമുഖമായ ഒരു ടൂറിസ്റ്റ് നഗരം കൂടിയാണ് റാസൽ ഖൈമ. ജബൽ ജായിസ് എന്നറിയപ്പെടുന്ന ജായിസ് മലനിരകൾ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ പ്രതിദിനം കടന്നുവരുന്നത്. UAEയിലെ തന്നെ ഏറ്റവും ഉയർന്ന മലനിരകളിൽ ഒന്നാണ് ജായിസ് മലനിരകൾ. പ്രകൃതി രമണീയമായ ഈ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും അവധി ദിനങ്ങളിൽ സന്ദർശകരുടെ പ്രവാഹമാണ്. പ്രകൃതി ഭംഗി നിറഞ്ഞ റാസൽ ഖൈമ എമിറേറ്റിന്റെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 40 വർഷത്തോളമായി ഈ മണ്ണിൽ ശക്തമായ മലയാളി സാന്നിധ്യമുണ്ട്. നഴ്സസായും ടീച്ചേഴ്സായും വിവിധ ബിസിനസ് സംരംഭകരായും മലയാളികൾ സ്തുത്യർഹമായ സേവനമാണ് അനുഷ്ഠിച്ചു പോരുന്നത്. വിദ്യാസമ്പന്നരായ ഉന്നത പ്രൊഫഷണലുകൾ മുതൽ സാധാരണ കഫറ്റേരിയകളിൽ വർക്ക് ചെയ്യുന്നവരും കൂടാതെ നിർമ്മാണ കമ്പനി തൊഴിലാളികളുമായ സാധാരണക്കാർ നിരവധിയാണ് ഇവിടെ. 30-40 വർഷങ്ങളായി ഇവിടെ സ്ഥിരതാമസമാക്കിയ നിരവധി മലയാളികൾ ഇവിടെയുണ്ട്. ക്രൈസ്തവ വിശ്വാസികളുടെ സാന്നിധ്യം ഇവിടെ ശക്തമായപ്പോൾ മുതൽ വിവിധ സഭാവിശ്വാസികൾ ഒരുമിച്ചുകൂടി തങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആരംഭിച്ചിരുന്നു. ആരംഭകാലങ്ങളിൽ ക്രൈസ്തവർ റാസൽ ഖൈമയിൽ നിന്നും ഷാർജയിലാണ് ആരാധനയ്ക്കായി ദേവാലയങ്ങളിൽ പോയിരുന്നത്. എന്നാൽ പിന്നീട് ഭരണാധികാരികളുടെ അനുവാദത്തോടെ റാസൽ ഖൈമയിൽ ദേവാലയങ്ങൾ സ്ഥാപിതമായി.
ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ വെള്ളിയാഴ്ചയാണ് കടമുള്ള ദിവസമായി ക്രൈസ്തവർ ആചരിക്കുന്നത്. എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരം മുതലേ ദേവാലയങ്ങളിലേക്ക് വിശ്വാസികൾ വിവിധ ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കുമായി എത്തിത്തുടങ്ങും. നാട്ടിലെങ്ങും കാണാത്ത വിധം കഠിനമായ വിശ്വാസ തീഷ്ണതയും ഹൃദയ ഐക്യവും പ്രാർത്ഥന അരൂപിയും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദിവ്യാനുഭവം ഗൾഫിൽ വന്നതുകൊണ്ട് ദൈവത്തെ ആഴമായി അറിയുന്നതിനും രുചിക്കുന്നതിനും ദൈവവചനം പഠിക്കുന്നതിനും പ്രാർത്ഥനാനുഭവം ലഭിക്കുന്നതിനുമൊക്കെ ഇടയായി എന്ന് നിരവധി ആളുകൾ സാക്ഷ്യപ്പെടുത്താറുണ്ട്. ദീർഘകാലം ഗൾഫ് നാടുകളിൽ സേവനം ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് തിരികെ പോയവരിൽ പലരും ഇതുതന്നെ ആവർത്തിക്കുന്നു. റാസൽ ഖൈമ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ പ്രാർത്ഥനാ യോഗമായിട്ട് ആരംഭിച്ച പ്രവർത്തനം 1981 അത് റാസൽ ഖൈമ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയായിട്ട് പ്രഖ്യാപിക്കും. 1983 ചില സാങ്കേതിക കാരണങ്ങളാൽ ആ പള്ളി പൂട്ടപ്പെടുകയും അതിനുശേഷം വിശുദ്ധ കുർബാനകൾ വീടുകളിൽ വെച്ച് നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റാസൽ ഖൈമ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയ്ക്ക് ഷെയ്ഖ് സൗദ് ബിൻ സാഗർ അൽ കാസ്മി ഒരു സ്ഥലം ജസീറ ഏരിയയിൽ അനുവദിച്ചു തന്നു. അതിന് പ്രകാരം ഒരു ദേവാലയം 2000 പണി പൂർത്തീകരിക്കുവാൻ സാധിച്ചു. 2011 വിശുദ്ധ ഉദാശ നടത്തപ്പെട്ട ദേവാലയത്തിൽ എല്ലാ മാസത്തിൻ്റെയും 2 ആഴ്ചകൾ ശനിയാഴ്ച ദിവസങ്ങൾ നക്കീൽ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാന നടന്നു വരും. എല്ലാ ചൊവ്വാഴ്ചകളിലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നു. എല്ലാ ആത്മീയ സംഘടനകളും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ സൺഡേ സ്കൂൾ ഏകദേശം 120 കുട്ടികളോളം ആ സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിനുശേഷം മർത്തമറിയ സമാജം എല്ലാ മാസത്തിൻ്റെയും 2 ആഴ്ചകളിൽ ഈ ദേവാലയത്തിൽ വെച്ച് തന്നെ നടത്തപ്പെടുന്നു. MGOCismഉം ഈ ദേവാലയത്തിൻ്റെ ഒരു ഭാഗമായി മാസത്തിലൊരിക്കൽ നക്കീൽ ദേവാലയത്തിൽ വെച്ച് കൂടപ്പെടുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഇമ്പമേകുവാൻ ഇടവകയുടെ ഒരു നല്ല കൊയർ ഗ്രൂപ്പ് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആരാധന ദിവസവും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 7:30 മണിക്ക് നക്കീൽ പള്ളിയിൽ നിന്നും ജസീറ പള്ളിയിലേക്ക് പ്രത്യേകം വാഹനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സഭയിലുള്ളവർക്കും ആരാധിക്കുവാൻ പള്ളികൾ പ്രത്യേകം നിർമ്മിച്ചിട്ടുണ്ട്. ഈ സ്ഥലം ഈ റാസൽ ഖൈമ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് എല്ലാ ഇടവകക്കാർക്കും നൽകിയതാണ്. ഞാൻ റാസൽ ഖൈമ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ മുഖപത്രമായ മാവൂർബായുടെ പത്രാധിപരായും സേവനം അനുഷ്ഠിക്കുന്നു. മാവൂർബ എന്ന പദം സുറിയാനിയിൽ നിന്ന് ഉത്ഭവിച്ചതും അതിൻ്റെ അർത്ഥം ദൈവമാതാവിനോടുള്ള പാട്ട് എന്നതുമാകുന്നു. കൂടാതെ കുട്ടികൾക്കായുള്ള പംക്തികളും പ്രശ്നോത്തരികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇടവകയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള ഒരു വളരെ നല്ല പ്രസിദ്ധീകരണമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ദേവാലയത്തിൽ 70-ൽ പരം ബാച്ചിലർ സ്റ്റാറ്റസിലുള്ള അംഗങ്ങളും 160-ൽ പരം ഫാമിലി സ്റ്റാറ്റസിലുള്ള അംഗങ്ങളും ഉൾപ്പെടെ 230 അംഗങ്ങളും കൂടെ സമീപത്തുള്ള അംഗങ്ങളല്ലാത്ത മറ്റ് വ്യക്തികളും ഉൾപ്പെടെയുള്ള ആളുകൾ ആരാധനയിൽ സംബന്ധിക്കുന്നു. ഈ ഇടവകയുടെ വലിയ പെരുന്നാൾ എല്ലാ വർഷവും ജനുവരി മാസം 15-ാം തീയതി കൊണ്ടാടുന്നു. കൊടിയേറ്റ് എല്ലാ ദിവസവും സന്ധ്യാനമസ്കാരം, ഗാന ശുശ്രൂഷ, വചന ശുശ്രൂഷ, വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ചുവിളമ്പ് എന്നിവയിലൂടെ നടത്തപ്പെടുന്നു. പെരുന്നാൾ നേതൃത്വം നൽകുന്നത് സഭയിലെ അഭിമന്യ തിരുമേനിമാരും വന്യ വൈദിക ശ്രേഷ്ഠരുമാണ്. റാസൽ ഖൈമ സെൻറ് മേരീസ് ഇടവകയുടെ പ്രധാന ശുശ്രൂഷകനാകുന്നു ബഹുമാനപ്പെട്ട സിജോ ജോസഫ്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാകുന്നു. UAE-ലെ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഏകദേവാലയമെന്ന കീർത്തി കൊണ്ട് അനുഗ്രഹീതമായ ഈ ദേവാലയാങ്കണത്തിൽ അതിൻ്റെ ഭാഗമായി തീരുവാൻ കഴിഞ്ഞു എന്നത് ഒരു ജന്മഭാഗ്യമായി ഞാൻ കരുതുകയാണ്.
ഇവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ, നൊമ്പരങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, പ്രതിസന്ധികളിൽ ഈ ദേവാലയത്തിൻ്റെ അകത്ത് അവരുടെ കാൽപാദങ്ങൾ വെച്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ ഹൃദയങ്ങളിലെ ഭാരത്തെ ആലയം പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങി തിരികെ പോകുന്നു എന്നത് അനേകരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യവും അനുഭവമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദേവാലയം ഓരോ ദിവസം കഴിയും തോറും ആരാധന കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഇതിൻ്റെ ദൈവീക ശക്തി വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷപ്രദമായ ഒരു അനുഭവമാണ് എന്നത് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദേവാലയത്തിൽ ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ചെവിയും ഇരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിതാവായ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളെൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളെ തന്നെ താഴ്ത്തി നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് നിങ്ങളെന്നോട് വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ ചൊരിയുകയും നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തുകയും ചെയ്യുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കും. ഈ ദേശത്തിന് ഈ ആലയം ഒരു അനുഗ്രഹമാണ്. 1970-കളിൽ കേരളത്തിൽ നിന്ന് ജോലി അന്വേഷിച്ച് ഈ പ്രദേശത്തേക്ക് വന്നതായ ജനങ്ങൾ ചെറിയ ചെറിയ പ്രാർത്ഥനാ കൂട്ടങ്ങളായിട്ട് റാസ് ഖൈമയിൽ ഭവനത്തിൽ വെച്ച് ആരാധനകൾ ആരംഭിച്ചു. ഭവനങ്ങളിൽ വെച്ചുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങൾക്ക് ഷാർജയിൽ നിന്നും ദുബൈയിൽ നിന്നും അബുദാബിയിൽ നിന്നും അച്ഛന്മാർ നേതൃത്വം നൽകി. ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് 1980-കളിൽ ആയപ്പോഴേക്കും റാസ് ഖൈമ പ്രദേശത്ത് ഒരു ചെറിയ ഇടവകയായിട്ട് രൂപം കൊണ്ടു. ആ ഇടവയ്ക്ക് നേതൃത്വം നൽകിയത് ഷാർജയിൽ നിന്നും ഫുജറയിൽ നിന്നും വരുന്നതായ അച്ഛന്മാരാകുന്നു. അങ്ങനെ ഭവനങ്ങളിൽ വെച്ച് വിശുദ്ധ കുർബാന ആരംഭിക്കുകയും പ്രാർത്ഥനാ കൂട്ടങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അത് ചെറുതായി വളർന്ന് 2008 ആണ്ടിൽ ഈ പ്രദേശത്ത് ആരാധന കേന്ദ്രമായി തീരുന്നതിന് വേണ്ടി സ്ഥലം ലഭിക്കുകയും 2008 ആണ്ടിൽ ഇവിടെ കല്ലിടുകയും 2009 ആണ്ട് ഡിസംബർ മാസം 18 കൂദാശ ചെയ്ത് ആരാധന ഇവിടെ ആരംഭിച്ചു. ഇന്ന് അത് വളർന്ന് പന്തലിച്ച് ഏകദേശം 180-ൽ പരം കുടുംബങ്ങളായിട്ട് വളർന്നു വരുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സൺഡേ സ്കൂള് ആരാധനയ്ക്ക് ശേഷം ക്രമീകരിച്ചിരിക്കുന്നു. സൺഡേ സ്കൂള് ഏറ്റവും അനുഗ്രഹകരമായിട്ട് കുഞ്ഞുങ്ങളുടെ താലന്തുകളെ വികസിപ്പിക്കുവാനും കുഞ്ഞുങ്ങളുടെ ആത്മീക, ശാരീരിക, മാനസിക വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരുകയും ചെയ്യുന്നു. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് വേണ്ടിയും എല്ലാ കുഞ്ഞുങ്ങളും ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് സൺഡേ സ്കൂള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യുവജനങ്ങളുടെ കലാപരിപാടികൾ, ആത്മീകമായ വളർച്ചയ്ക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. മാസത്തിലൊരിക്കൽ ഭവനങ്ങളിൽ ക്രമീകരിച്ച് യുവജനാ സഖ്യത്തിൻ്റെ കോട്ടേജ് പ്രെയർ മീറ്റിംഗ് നടക്കുന്നു. സേവ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. സ്ത്രീകളുടെ ഇടയിലുള്ളതായ പ്രവർത്തനങ്ങൾ, സ്ത്രീകളുടെ ആത്മീക പ്രചോദനത്തിന്, പ്രാർത്ഥനാ ജീവിതത്തിന്, അവരുടെ അന്യോന്യമുള്ള ബന്ധങ്ങളുടെ ദൃഢീകരണത്തിന് സേവ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു. ഭവനങ്ങളിൽ വെച്ച് സേവ്യാ സംഘത്തിൻ്റെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൂടാതെ തന്നെ മാസത്തിലൊരിക്കൽ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് ശേഷം സേവ്യാ സംഘത്തിൻ്റെ മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മാസവും ഇടവ മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഭവനങ്ങളിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കും. ഭവന കൂട്ടായ്മകൾ,
മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഭവന സന്ദർശനം എന്നിവ ഇടവ മിഷൻ്റെ കൂട്ടായ്മകളിൽ ക്രമീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഇടവകയിൽ അനുഗ്രഹകരമായ ഒരു ഗായസംഘം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗായസംഘം ആരാധനയ്ക്ക് ഏറ്റവും അധികം മേന്മ നൽകുന്നതിന് വേണ്ടി, ആരാധന അർത്ഥവത്തായി തീരുന്നതിന് വേണ്ടി ഗായസംഘങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുഗ്രഹകരമായിട്ടുള്ള ശുശ്രൂഷകൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ റൈറ്റ് റവറൻ ഗീഗറിയസ് മാർ അത്തനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത ഈ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ വളരെ അനുഗ്രഹകരമായ നേതൃത്വം നൽകുന്നു. ഭദ്രാസന പ്രവർത്തനങ്ങളിൽ ഇടവക എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും നൽകും. ഭദ്രാസനത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായ ഒറീസയിലുള്ളതായ കലകണ്ടി പ്രവർത്തനത്തിന് വേണ്ടതായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും ഈ ഇടവകയിൽ നിന്ന് ചെയ്തുകൊള്ളുന്നു. അങ്ങനെ ഈ UAE-ൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഇടവകയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇടവക ഈ ദേശത്തിന്, ഈ സമൂഹത്തിന്, ഇടവക ജനങ്ങൾക്ക് അനുഗ്രഹകരമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്തു പോകുന്നു. റാസൽ കെയ്മ സെൻറ്റ് ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി പള്ളി, ഷാർജ സെൻറ്റ് മേരീസ് സൂനോറ പള്ളിയുടെ കീഴിൽ 2003 റാസൽ കെയ്മയിലുള്ളതായ കുടുംബക്കാർ അല്ലെങ്കിൽ കുടുംബങ്ങളെല്ലാം അവിടെ കൂടിച്ചേർന്നൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതിനെ കോട്ടയം ഭദ്രാസന അധിപൻ അഭിമന്യ പിതാവായ തോമസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ചതായി ഈ കൂട്ടായ്മയിൽ ആദ്യം 12 കുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഷാർജ സെൻറ്റ് മേരീസ് സൂനോറ പള്ളി വികാരിമാർ ഈ ദേവാലയത്തിലേക്ക് മാസത്തിലൊന്ന് കടന്നു വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതേ തുടർന്ന് മാസത്തിൽ 2 പ്രാവശ്യം 2 ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ക്രമീകരിക്കുകയും ചെയ്തു. കാലം ചെയ്ത മോറാൻ മോർ ഇഗ്നാത്യോ സഖാപ്രഥമൻ പത്രിക്കീസ് ബാബ തിരുമനസ്സുകൊണ്ട് റാസൽ കെയ്മ സെൻറ്റ് ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി പള്ളിയെ സ്വതന്ത്ര ഇടവകയായിട്ട് പ്രഖ്യാപിക്കുകയും അന്ന് ഇടവക മെത്രാപ്പൊലീത്ത ആയിരുന്ന അഭിമന്യ പിതാവായ കുറിയാക്കോസ് മോർ തെയഫിലോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഈ ഇടവയ്ക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലുള്ള ഒരു വികാരിയെ തരികയും ചെയ്തു. അത് ബഹുമാനപ്പെട്ട ഷെറി ഐസക് പൈലിത്താനം അച്ഛനായിരുന്നു ആദ്യത്തെ ഇടവക വികാരി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ നക്കിയിലുള്ളതായ സ്ഥലത്ത് ഇടവകയുടെ കൂട്ടായ്മ കൂടുകയും അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തത് ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു ദേവാലയം ഉണ്ടാകണമെന്ന ആഗ്രഹം ഇടവാംഗങ്ങളിൽ ഉണ്ടാകുകയും അതേ തുടർന്ന് വന്നിയ പൗലോസ് കാളിയമ്മേൽ കോർപ്പിസ്കോപ്പ അച്ഛൻ ഇടവകയുടെ വികാരിയായിട്ട് ചുമതലയേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ് ഈ ഇടവക നിർമ്മാണത്തിലേക്ക് കടക്കുന്നതായ സന്ദർഭം. വളരെ പ്രയാസങ്ങൾ സഹിച്ച്, വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ ദേവാലയം ഇന്നിവിടെ നിൽക്കുന്നത്. അന്ന് ഇടവക മെത്രാപ്പൊലീത്ത ആയിരുന്ന അഭിമന്യ പിതാവായ മാത്യൂസ് മോർ അഫ്രൈം മെത്രാപ്പൊലീത്ത തിരുമനസ്സും ഈ കഷ്ടപ്പാടിലും ഈ ദുഃഖത്തിലും ഇടവാംഗങ്ങളോടുകൂടെ പൂർണ്ണമായിട്ട് സഹകരിച്ചു എന്നത് വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അഭിമന്യ പിതാവിൻ്റെ കാലഘട്ടത്തിൽ കാലം ചെയ്ത മോറാൻ മോർ ഇഗ്നാത്യോസ് സഖാപ്രഥമൻ പത്രിക്കീസ് ബാബ തിരുമനസ്സിൻ്റെയും യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക തലവൻ ആബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാബായുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഈ ദേവാലയത്തിൻ്റെ 100ാം കൂദാശ 2011 മെയ് മാസം നടത്തപ്പെട്ടു. അതിനുശേഷം മെത്രാപ്പൊലീത്തായിട്ട് കടന്നു വന്ന നിരണം മദ്രാസനാധിപൻ അഭിമന്യ പിതാവായ ഗീവർഗീസ് മോർ കൂറിലോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഈ ഇടവകയുടെ ചാർജ് ഏറ്റെടുക്കുകയും ചെയ്തു. അഭിമന്യ തിരുമനസ്സിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ദേവാലയത്തിൽ മഹാപരിശുദ്ധനായിരിക്കുന്ന മോർ ഗ്രിഗോറിയോസ് ചാത്തുരത്തിൽ ഗീവർഗീസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സിൻ്റെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിന് വന്യ കൊടിയനായിട്ട് കുറിയാക്കോസ് മൽപ്പാൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും മൺമറഞ്ഞു പോയ ആർച്ച് കോർപ്പിസ്കോപ്പ കുര്യൻ
കണിയാമ്പറമ്പിലച്ഛൻ തരികയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താലും ആശീർവാദത്താലും ഈ ദേവാലയത്തിൽ അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ തിരുശേഷിപ്പിൻ്റെ ശക്തി വളരെയധികം വലുതാണ്. ഇന്ന് ഈ തിരുശേഷിപ്പിൻ്റെ അടുക്കൽ അനേക ആളുകൾ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അനേക ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് പരിണിത ഫലമായിട്ട് അനുഗ്രഹങ്ങൾ ദൈവം ഈ തിരുശേഷിപ്പിൽ നിന്നും കൊടുക്കുന്നത് നമുക്ക് അനുഭവ സാക്ഷ്യമാണ്. പരിശുദ്ധ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന മോറാൻ മോർ ഇഗ്നാത്തിയോസ് അപ്രൈം ദിദിയൻ പത്രിക്കീസ് ബാബ തിരുമനസിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ ദേവാലയം ഇന്ന് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഇതിൻ്റെ പാത്രിക്കൽ വികാരിയായിരിക്കുന്ന കൊല്ലം മദ്രാസന അധിപൻ അഭിമന്യ പിതാവായ മാത്യൂസ് മോർ തേവോദോസ്യോസ് തിരുമനസിനെ ഏറ്റവും വിനയത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു. ഈ ദേവാലയത്തിലെ പ്രത്യേകത യാമപ്രാർത്ഥനകൾ അതാത് സമയത്ത് നിർവഹിച്ചു പോരുന്നു. പ്രത്യേകിച്ച് സന്ധ്യ നമസ്കാരം വൈകുന്നേരം 7:30, സൂത്താറ നമസ്കാരം 9 മണിക്ക്, പാതിരാത്രിയുടെ നമസ്കാരം 12 മണിക്ക്, പ്രഭാത പ്രാർത്ഥന 5 മണിക്ക്, 3-ാം മണി നമസ്കാരം 9 മണിക്ക്, 6-ാം മണി നമസ്കാരം ഉച്ചയ്ക്ക് 12-ന്, 9-ാം മണി നമസ്കാരം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. യാമപ്രാർത്ഥനകളിൽ അനുഗ്രഹീതമായിരിക്കുന്ന ദേവാലയമാണ് ഇത്. കാരണം മഹാപരിശുദ്ധൻ്റെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ ഉൾക്കൊള്ളുന്നതായ സന്ദർഭത്തിൽ പ്രാർത്ഥനയിൽ യാതൊരു മുടക്കവും വരുത്തരുതെന്ന് സഭയുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ദേവാലയത്തിൽ ഏകദേശം 100 കുടുംബങ്ങളാണ് ഉള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും 7:45 പ്രഭാത പ്രാർത്ഥനയും 8:45 വിശുദ്ധ കുർബാനയും അതേ തുടർന്ന് ഭാഗ്യവതിയായ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഈ ദേവാലയത്തിൻ്റെ കാവൽ പിതാവായിരിക്കുന്ന മോർ ഗ്രിഗോറിയോസ് തിരുമേനിയോടെയും മധ്യസ്ഥ പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് നടത്തപ്പെടുന്നു. ഈ ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാൾ നവംബർ മാസം ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അന്ന് വൈകുന്നേരം ഈ ദേവാലയത്തിൽ അനേക ആയിരങ്ങൾ കടന്നു വരികയും വർഷത്തിലൊന്ന് മാത്രം പുറത്തെടുക്കുന്നതായ ഈ തിരുശേഷിപ്പ് വിശ്വാസികൾക്ക് വണങ്ങുവാനായിട്ട് അന്ന് ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഈ തിരുശേഷിപ്പും വഹിച്ചുകൊണ്ട് ദേവാലയത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണം അന്ന് പ്രധാന പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ മഹാപരിശുദ്ധനായിരിക്കുന്ന മോർ ഗീവർഗീസ് സഹദായുടെയും പെരുന്നാൾ ആഘോഷമായിട്ട് നടത്തും. മോർ ഗീവർഗീസ് സഹദായുടെയും തമ്പുരാനെപ്പറ്റ അമ്മയുടെയും അതുപോലെ തന്നെ മോറാൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ ബാവായുടെയും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായുടെയും ബസേലിയോസ് എൽദോ ബാവായുടെയും പെരുന്നാളുകൾ സമുചിതമായിട്ട് ഈ ദേവാലയം ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇടവയ്ക്ക് കുടുംബ യൂണിറ്റുകൾ, പ്രാർത്ഥനാ യോഗങ്ങൾ, അതുപോലെ തന്നെ വനിതാ സമാജം ഈ ഇടവകയിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ ഇടവകയിലെ യുവജന പ്രസ്ഥാനം നല്ല രീതിയിൽ വളർന്നു വരുന്നു. ഇടവകയിലെ സൺഡേ സ്കൂള്, എല്ലാ ആത്മീയ സംഘടനകളും ഈ ഇടവകയ്ക്കുണ്ട്. നമ്മളിന്നായിരിക്കുന്നത് UAE വടക്കേ എമിറേറ്റ്സായ റാസൽ ഖൈമയിലെ സെൻറ്റ് ആൻറ്റണീസ് ഓഫ് പാദുവ ദേവാലയത്തിലാണ്. ഈ ദേവാലയത്തിലെ വികാരിയച്ഛനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് തോമസ്, വീട്ടുപേര് അമ്പാട്ടുകുഴിയിൽ, നാട് പാലാരൂപതയിലുള്ള ചേർപ്പങ്കൽ ഇടവകയാണ് എൻ്റേത്. ഞാനൊരു മിഷണറി ആയിട്ട് ഏതാണ്ട് ഒരു 30 വർഷത്തോളം ആന്ധ്രയിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഈ UAE വരുന്നത്. UAE വന്നിട്ട് ഇപ്പോൾ 8 വർഷമാകുന്നു. ആദ്യം ഒരു 3 വർഷം ഞാൻ അബുദാബിയിലുണ്ടായിരുന്നു. അതിനുശേഷം റാസൽ ഖൈമയ്ക്ക് വന്നു. ഇവിടെ വന്ന് ഒരു മറ്റുള്ള ഇടവകയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു ഇടവകയായിരുന്നു. ചെറിയൊരു പള്ളി, ടൗണിൻ്റെ നടുക്ക്, പല ഭാഷയിലുള്ള കുർബാന എല്ലാ ദിവസവും തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരു 2 വർഷം മുമ്പാണ് നമ്മൾ ഈ പുതിയ സ്ഥലത്തോട്ട് മാറുകയും പുതിയ ദേവാലയം ഇവിടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്.
മറ്റുള്ള ഇടവകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റാസൽ ഖൈമ എന്ന് പറയുന്ന ഒരു ചെറിയ ഇടവകയാണ്. ഏതാണ്ടൊരു 10,000 ആൾക്കാരോളം നമ്മൾക്കുണ്ട്. പല ഭാഷക്കാർ, പല രാജ്യക്കാർ. ഏതാണ്ടൊരു 7-8 ഭാഷയിലുള്ള കുർബാന ഇവിടെ എല്ലാ മാസവും നടക്കാറുണ്ട്, എല്ലാ ആഴ്ചയിലും തന്നെ. പ്രത്യേകിച്ചും ഇംഗ്ലീഷ്, പിന്നെ എല്ലാ ആഴ്ചയിലും മലയാളത്തിലുള്ള കുർബാനയുണ്ട്. ലാറ്റിൻ മലയാളം, സീറോ മലബാർ കുർബാന, മലങ്കര കുർബാന, പിന്നെ അറബിക്ക്, ഫിലിപ്പീനോ ഭാഷയിലുള്ള, തഗ്ലോഗ് ഭാഷയിലുള്ള കുർബാന എല്ലാ ആഴ്ചയിലും. അറബിക്ക് മാത്രമല്ല, പിന്നെ ജർമ്മൻ കുർബാനയുണ്ട്, തമിഴ്, കൊങ്കണി, ഇങ്ങനെ 5-8 ഭാഷയിലുള്ള കുർബാന ഇവിടെ ഉണ്ട്. അതിലൊക്കെയുള്ള വിശുദ്ധ അന്തോനീസിൻ്റെ ഒരു പുണ്യ ദേവാലയമാണ്. മരുഭൂമിയിലെ കൊടുംചൂടിലും ജോലിയിലെ മാനസിക സംഘർഷങ്ങളിലും അവരുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതിൽ സഭയുടെയും ദേവാലയ ശുശ്രൂഷകളുടെയും പങ്ക് നിസ്തുലം തന്നെയാണ്. ദൈവത്തിൽ ശരണപ്പെട്ട് ഏഴാങ്കടലിനക്കരെയുള്ള തങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളുടെയും ഓർമ്മകൾ നെഞ്ചിലേറ്റിയാണ് ഓരോ പ്രവാസിയും ഇവിടെയായിരിക്കുന്നത്. നാളീകരത്തിൻ്റെ നാട്ടിലെ നാഴിയിടങ്ങഴി മണ്ണും അവിടെയുള്ള കുടുംബവും ബന്ധുക്കളും അവരുടെ സ്നേഹവും പ്രാർത്ഥനയും അതൊക്കെയാണ് പ്രവാസികളെ ഇവിടെ എന്ത് കഷ്ടപ്പാടുകളെയും അതിജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ദൈവീക ഘടകങ്ങൾ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.